സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ലോകം ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിലെ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്ത വിശ്വാസി ലോകം. ചെറുതുരുത്തിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. നിലമ്പൂർ വഴിക്കടവ് സ്വദേശി സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. കള്ളക്കടൽ പ്രതിഭാസം പതിവാകുന്നതോടെ ഭീതിയിൽ തീരദേശവാസികൾ. തീരത്തെ വിറപ്പിച്ച സുനാമി ആക്രമണത്തിന് 20 ആണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റി ചില്ലുകുപ്പിയിൽ മദ്യം വിതരണം ചെയ്യുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി ബിവറേജസ് കോർപ്പറേഷൻ. മദ്യത്തിന് വില വർദ്ധിപ്പിക്കേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് പിന്മാറ്റം. സംസ്ഥാനത്ത് മുദ്രപത്രക്ഷാമം രൂക്ഷം. 500 രൂപയ്ക്ക് താഴെയുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകം ക്രിസ്തുമസ് ആഘോഷിച്ചു. നക്ഷത്രവിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും നാട് ക്രിസ്തുമസിനെ വരവേറ്റു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മെത്രാൻ മാർ ടോണി നീലങ്കാവിലും, പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും, മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ഔഗീൻ കുര്യാക്കോസും കാർമ്മികത്വം വഹിച്ചു. ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലും കാർമ്മികത്വം വഹിച്ചു. 27 നടക്കുന്ന ബോൺ നത്താലെ ഘോഷയാത്രയോടെ തൃശൂരിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. നഗരമധ്യത്തിലുള്ള ഇടവകയായതുകൊണ്ട് തന്നെ അവൻ ബത്ലഹേമിൽ ഒരു ശിശു ജനിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി പുതുശ്ശേരിയിൽ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. കുന്നുമ്മൽ വീട്ടിൽ അലവി മകൻ സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെറുതുരുത്തി പുതുശ്ശേരി ഭാരതപ്പുഴ ശ്മശാനക്കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആബിദിന്റെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുക്കുമ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ബന്ധുക്കൾ എത്തിയാണ് തിരിച്ചറിഞ്ഞത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ക്രൂരമായ മർദ്ദനമേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുതുരുത്തി പ്രദേശങ്ങളിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്ന വ്യക്തികളുടെ ഒപ്പം സൈനുൽ ആബിദിനെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. കള്ളക്കടൽ പ്രതിഭാസം പതിവാകുന്നതോടെ ഭീതിയിൽ തീരദേശവാസികൾ കഴിയുന്നു. അവിചാരിതമായി കടൽ കയറി വന്ന് കരയെ വിഴുങ്ങുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം. സുനാമിയുമായി ഇതിന് സാമ്യമുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണിത്. സാധാരണ വേലിയേറ്റമുണ്ടാകുന്നത് കാറ്റിന് അനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. അവിചാരിതമായും അസാധാരണമായുമാണ് തിരമാലകൾ തീരത്തെത്തുക. ഭീതിയുടെ തിരയടിയുമായി എത്തി തീരത്തെ വിറപ്പിച്ച സുനാമിക്ക് 20 വയസ്സ്. ഡിസംബർ 26 ഭീതി വിതച്ച ആ ദിവസം. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം വിതച്ച സുനാമി കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ തീരത്തും അപകടത്തിരയുയർത്തി. അഴീക്കോട് അഴിമുഖത്തോട് ചേർന്നുള്ള കാഞ്ഞിരപ്പുഴയോരമായ പൂച്ചക്കടവിലാണ് സുനാമി ആദ്യം കരകയറിയത്. തുടർന്ന് കൂറ്റൻ തിരമാലകൾ തീരം കവർന്നു. മിനിറ്റുകൾ കൊണ്ട് കടൽ വെള്ളം പുഴ വഴി കയറി. കരപ്രദേശം വെള്ളത്തിലായി. വീടുകൾ, റോഡുകൾ, ആരാധനാലയങ്ങൾ എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ടു. ശാന്തത കൈവിട്ട തീരത്ത് ഭീതിയുടെ തിരമാലയുയർന്നു. തീരം രക്ഷ തേടി കിഴക്കോട്ട് പാഞ്ഞു. സുനാമി വന്നെന്ന് കേട്ട ചിലരാകട്ടെ ഉത്സവം കാണാനെന്ന വണ്ണം കടപ്പുറത്തേക്ക് ഒഴുകുകയായിരുന്നു.
ഒടുവിൽ രക്ഷയില്ലാതെ പോലീസ് റോഡടച്ചു. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന് തീരദേശവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. പെട്ടെന്ന് കടലങ്ങ് പിൻവലിയാണ്. 100 കണക്കിന് മീറ്ററോളം കടൽ പിൻവലിഞ്ഞപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടെ തീരദേശത്തുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഭയമുണ്ടായിരുന്നു. കാരണം ഇത് എന്തിനോ വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണെന്ന് ആ പ്രദേശത്തുകാർ മനസ്സിലാക്കിയിരുന്നു. അതേസമയത്ത് തന്നെ നിരവധി യാനങ്ങളൊക്കെ തന്നെ കടലിലും തീരദേശത്തെ പുഴയിലുമായിട്ടൊക്കെ കെട്ടിയിട്ടിരുന്നു. പിന്നെ ഒരു 10-45 മിനിറ്റിനകം ആഞ്ഞടിച്ചു കൊണ്ടുവരുന്ന തിരമാലകൾ, മീറ്ററുകളോളം പൊന്തിയുള്ള തിരമാല, അതുപോലൊരു തിരമാല ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ ആർത്തലച്ചു വരുന്ന കടൽ ഇവിടെ ഉണ്ടായിരുന്ന യാനങ്ങളൊക്കെ തന്നെ തവിട് പൊടിയാക്കുന്ന രീതിയിലാണ്. കടലിൽ നിന്നും കിഴക്ക് വശത്ത് പുഴയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഹുങ്കാരവത്തോടുകൂടി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട് ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് കൂടിയായതുകൊണ്ട് നമ്മൾ അവിടെ വഞ്ചിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നിന്നാണ് കിഴക്കുന്നുള്ള വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറ് വശത്ത് നിന്ന് കടലിൽ നിന്ന് ഉള്ള അത് ആ രീതിയിലും കയറി വരുന്നു. നമ്മളപ്പോൾ അപ്പോഴത്തേനും പല ആളുകളും പല സ്ഥലത്തു നിന്നും വിവരങ്ങൾ അറിഞ്ഞും അല്ലാത്ത രീതിയിലൊക്കെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഓടിയെത്തി. എല്ലാ ആളുകളും കൂടി നമ്മൾ അന്ന് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ ഒരുപാട് നഷ്ടങ്ങൾ എല്ലാ വീടുകളും, ഇപ്പോൾ എൻ്റെ വീടടക്കം അവിടെ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളുടെ മുമ്പിലും ഏകദേശം മുട്ടപ്പം ചെളി വന്ന് കയറിയിട്ട് നമ്മൾക്കൊന്നും അങ്ങോട്ടും കൂടെ ഇറങ്ങാനോ അല്ലെങ്കിൽ നീങ്ങാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആലപ്പാട് ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് മനുഷ്യജീവനുകൾ നഷ്ടമായപ്പോൾ ഭാഗ്യത്തിന് അഴീക്കോട് കടപ്പുറത്ത് ജീവനെടുക്കാതെ കടൽ കരുണ കാട്ടി. ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സുനാമി തീരദേശ മേഖലയിൽ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി ചെറുതായിരുന്നില്ല. വീടുകൾ തകർന്നു, വള്ളങ്ങളും വലകളും ഉൾപ്പെടെയുള്ള ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. കാർഷിക മേഖല പാടെ നശിച്ചു. സുനാമി സൃഷ്ടിച്ച നാശത്തിന്റെ പ്രളയത്തിൽ നിന്നും കരപറ്റാൻ വർഷങ്ങളേറെ വേണ്ടി വന്നു. ഡിസംബർ 26 വന്നെത്തുമ്പോൾ തീരം ഭീതിയോടെ ഓർക്കുകയാണ് ആ ദിനം. TC വിനോസ്, കൊടുങ്ങല്ലൂർ. ചില്ലുകുപ്പിയില്ല, പ്ലാസ്റ്റിക് കുപ്പികളിൽ തന്നെ മദ്യം വിതരണം തുടരാൻ ബിവ്കോ. വിലക്കൂടുതലും കിട്ടാൻ പ്രയാസമായതുമാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണം. വർഷം തോറും കോടിക്കണക്കിന് കുപ്പി മദ്യമാണ് ബീവറേജസ് കോർപ്പറേഷൻ വിൽക്കുന്നത്. ഇത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ എത്തുന്നത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്നത് കണക്കിലെടുത്താണ് ചില്ലുകുപ്പിയിലേക്ക് മാറാൻ ബെവ്കോ തീരുമാനിച്ചത്. കുടുംബശ്രീയും ശുചിത്വ മിഷനുമായി സഹകരിച്ച് കുപ്പികൾ തിരിച്ചെടുക്കാനുള്ള ചർച്ചയും ബെവ്കോ നടത്തിയിരുന്നു. എന്നാൽ ചില്ലുകുപ്പികളാക്കണമെങ്കിൽ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന് മദ്യക്കമ്പനികൾ ആവശ്യപ്പെട്ടു. വെയർഹൌസുകളിലും ചില്ലറ വിൽപ്പനശാലകളിലും ഇറക്കുമ്പോൾ പൊട്ടുന്നവയുടെ നഷ്ടവും കമ്പനികൾ സഹിക്കേണ്ടി വരും. ഇതിലും മദ്യക്കമ്പനികൾ എതിർപ്പറിയിച്ചു. കുപ്പിശേഖരണത്തിലെ പ്രായോഗികതയും പ്രശ്നമായപ്പോൾ ബെവ്കോ പിന്മാറുകയായിരുന്നു. TC ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് മുദ്രപത്ര ക്ഷാമം രൂക്ഷം. 500 രൂപയ്ക്ക് താഴെയുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. 50, 100, 200 വിലയുള്ള പത്രങ്ങൾക്കാണ് ക്ഷാമം. ചില മേഖലകളിൽ 500 രൂപയുടെ മുദ്രപത്രങ്ങളും ലഭ്യമാകുന്നില്ല. ഇതുമൂലം 50 രൂപയുടെ മുദ്രപത്രം ആവശ്യമുള്ളവരും 500 രൂപയുടെയും 1000 രൂപയുടെയും പത്രം വാങ്ങാൻ നിർബന്ധിതരാകുകയാണ്. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, വിവിധ കരാറുകൾ, വാടക ഉടമ്പടികൾ, ബാങ്കുകളിലെ വായ്പാ ഉടമ്പടികൾ, നോട്ടറി അഫിഡവിറ്റ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് ചെറിയ തുകയുടെ മുദ്രപത്രം ആവശ്യമാണ്. എന്നാൽ ആവശ്യത്തിനുള്ള മുദ്രപത്രം കിട്ടാനില്ലാത്തതിനാൽ കൂടിയ വിലയുടെ മുദ്രപത്രം വാങ്ങാൻ ജനം നിർബന്ധിതരാകുകയാണ്. വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം തയ്യാറാക്കി നൽകേണ്ടതുണ്ട്. ലഭ്യതക്കുറവ് മൂലം വിദ്യാർത്ഥികൾ കൂടിയ തുകയുടെ മുദ്രപത്രങ്ങളിലാണ് സത്യവാങ്മൂലം നൽകുന്നത്. വീട്ടുവാടക, വസ്തുവിൽപ്പന മുതൽ ഭൂരിഭാഗം ഉടമ്പടികൾക്കും നോട്ടറി സാക്ഷ്യപ്പെടുത്തലിനും 200 രൂപയുടെ മുദ്രപത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അവ കിട്ടാതായതോടെ ഉടമ്പടികൾ 500 രൂപയുടെ മുദ്രപത്രത്തിലും പിന്നീട് 1000 രൂപയുടെ മുദ്രപത്രത്തിലേക്കും മാറിയിരിക്കുന്നു. ട്രഷറിയിൽ നിന്ന് മുദ്രപത്രങ്ങൾ കിട്ടുന്നില്ലെന്നാണ് വെണ്ടർമാർ പറയുന്നത്. TC ന്യൂസ്, തൃശൂർ. പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കരോൾ പോലീസ് മുടക്കിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞാണ് ചാവക്കാട് പോലീസ് ക്രിസ്തുമസ് ആഘോഷം മുടക്കിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു.
പോലീസ് മോശമായി പെരുമാറിയതായും നിർദ്ദേശം ലംഘിച്ചാൽ കേസെടുക്കുമെന്ന് പറഞ്ഞതായും ഇദ്ദേഹം പറഞ്ഞു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും 9 മണി മുതൽ 1 മണിക്കൂർ നീളുന്ന കരോൾ നടക്കാറുണ്ട്. ആദ്യമായാണ് കരോൾ ഗാനം മുടങ്ങിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. ഇത് ശരിക്ക് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ, അതായത് ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവർ ഇന്ന് വലിയൊരു സുദിനമായിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഈ ദിവസം തന്നെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു പള്ളിയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കാൻ തടസ്സപ്പെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അവഹേളനം തന്നെയാണ്. ഇവിടെയുള്ള ഒരു 200 അടി അകലെയാണ് റോഡ് തന്നെ. അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത സമയത്താണ് ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് ആരാ വന്നതെന്ന് എനിക്കറിയില്ല, ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ഇവിടെ നടത്താൻ പാടില്ല, മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിലക്കി. അച്ഛനറിയില്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടത്താൻ പാടില്ല? ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ആരാധനാലയങ്ങളിലും, അതും ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ വളരെ പീസ്ഫുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നടത്താറ്. ആരും പ്രകോപിതരായി പ്രവർത്തിക്കാറില്ല ഇവിടെ. എന്നിട്ടും എന്തുകൊണ്ട് അതും ക്രിസ്മസിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശമായി വന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ ആഘോഷം നടക്കുമ്പോൾ എന്തിന് ഇങ്ങനൊരു തടസ്സവാദം ഉന്നയിച്ച് ഈ പ്രോഗ്രാം അലങ്കോലപ്പെടുത്തി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഈ രാജ്യത്ത് ഒരു പൗരന് വരെ നീതി ലഭിക്കുന്നില്ലെങ്കിൽ അത് നീതി നിഷേധമാണ്. ആ നിഷേധമാണ് ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്നത്. പള്ളിയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എത്തുന്നതിന് തൊട്ടുമുൻപായിരുന്നു പോലീസ് നടപടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പള്ളി അധികൃതർ. സംഭവത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പള്ളി സന്ദർശിച്ചു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ടമ്പുഴയെ സന്ദർശിച്ചു. പാലയൂർ പള്ളിയിലെ കരോൾ ശുശ്രൂഷകൾ തടസ്സപ്പെടാനിടയായ പോലീസ് നടപടികൾ അതീവ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് അതിരൂപതാ തല പ്രതിനിധി സംഘം. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സംഘം. പാസ്റ്റർ കൗൺസിലിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും പ്രതിനിധി സംഘമാണ് പള്ളി സന്ദർശിച്ച വിഷയം വിലയിരുത്തിയത്. സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പാലയൂരിലുണ്ടായ പോലീസ് നടപടികളിൽ സഭയ്ക്ക് അതീവ ഉത്കണ്ഠയും വേദനയുമുണ്ട്. രാജ്യത്ത് വിവിധയിടങ്ങളിലും കേരളത്തിൽ ചിലയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന സംഭവങ്ങളാണ് ഈയിടെയായി ഉണ്ടാകുന്നത്. പാലയൂർ വിഷയത്തിൽ പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് പ്രതിഷേധാർഹമാണ്. ഇതിലെ സർക്കാർ നിലപാടറിയാൻ സഭയ്ക്ക് ആകാംക്ഷയുണ്ട്. കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സം നിന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്നില്ല. ഈ തൃശ്ശൂർ അതിരൂപതയിലെ ആത്മായ വിശ്വാസികള് കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്റർ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തില് സംഘടിച്ച് നമുക്ക് നമ്മുടെ സ്വരം, നമ്മുടെ എതിർപ്പ്, ഈ കാര്യത്തിലുള്ള എതിർപ്പ് അധികാരികളെ അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരിയുടെ അധ്യക്ഷതയിൽ വൈദികർ, പള്ളി ട്രസ്റ്റിമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി. തൃശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അഡ്വക്കേറ്റ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ്, മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി PI ലാസർ മാസ്റ്റർ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഭാരവാഹികളായ KC ഡേവിസ്, റോണി അഗസ്റ്റ്യൻ, ലീല വർഗീസ്, മേഴ്സി ജോയി, ജോജു മഞ്ഞില, അലോഷ്യസ് കുറ്റിക്കാട്ട്, ജോഷി കൊമ്പൻ, തോമസ് ചിറമൽ എന്നിവർ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ചാവക്കാട്. പാലയൂർ പള്ളിയിലെ ക്രിസ്തുമസ് ആഘോഷ പരിപാടിക്കിടെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS സറൂഖ്, കോൺഗ്രസ് അംഗങ്ങളായ നേതാക്കളായ ഷോബി ഫ്രാൻസിസ്, KV ലാജുദ്ദീൻ,
KS സന്ദീപ്, MK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലെ ക്രിസ്തുമസ് കരോൾ തടസ്സപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി. ചാവക്കാട് SI വിജിത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഏരിയ സെക്രട്ടറി TT ശിവദാസൻ രേഖാമൂലം പരാതി നൽകി. ആഘോഷ പരിപാടികൾക്കിടയിൽ പോലീസിന്റെ ഇടപെടൽ തെറ്റായിപ്പോയെന്നും പള്ളിയിലെ ആഘോഷങ്ങളിൽ പോലീസിന്റെ ഇടപെടൽ അനാവശ്യമായിരുന്നു എന്നും പാർട്ടി വിലയിരുത്തി. CPM പ്രാദേശിക നേതാക്കൾ പള്ളിയിൽ എത്തി സന്ദർശനം നടത്തിയിരുന്നു. അതേസമയം ക്രിസ്തുമസ് ആഘോഷം അലങ്കോലമാക്കിയ വിഷയത്തിൽ SIയെ സസ്പെൻഡ് ചെയ്ത് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലാ സംസ്ഥാന നേതാക്കൾ വ്യാഴാഴ്ച തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തും. കുന്നംകുളം കല്ലഴിക്കുന്നത്ത് ക്രിസ്തുമസ് കരോളിനിടെ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. കല്ലഴിക്കുന്ന സ്വദേശികളായ സുനിത, ജിതിൻ, വിജീഷ്, ആദിത്യൻ, അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘർഷമുണ്ടായത്. ക്രിസ്തുമസ് കരോളുമായി എത്തിയ സംഘം വിജേഷിനെയും കുടുംബത്തെയും വീട് കയറി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. 8ഓളം പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വിജീഷ് പറഞ്ഞു. അതേസമയം കരോളുമായി പോവുകയായിരുന്ന തന്നെയും അമ്മയെയും വിജീഷും മക്കളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ജിതിൻ പറഞ്ഞു. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ചാളിപ്പാടൻ ജയതിലകന്റെ വീട്ടുപറമ്പിലെ വാഴകൃഷിയും തെങ്ങിൻ തൈകളും പച്ചക്കറി കൃഷികളും കാട്ടുപന്നി നശിപ്പിച്ചു. സമീപത്തെ പറമ്പിലെ പയർ കൃഷിയും കാട്ടുപന്നി ആക്രമണത്തിൽ നശിച്ചു. കാട്ടുപന്നി ശല്യം പതിവായതോടെ രേഖാമൂലം പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഇരിഞ്ഞാലക്കുട ഫാദർ ഡിസ്മാസ് റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. വാഹനങ്ങളിൽ എത്തിയാണ് പകൽ പോലും മാലിന്യങ്ങൾ റോഡ് സൈഡിലേക്ക് വ്യാപകമായി വലിച്ചെറിയുന്നത്. ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് സമീപവാസികൾ പറഞ്ഞു. കാടിറങ്ങിയ ആനയെ ചീത്ത പറഞ്ഞ് തിരിച്ചുവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ പങ്കുവച്ച് പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ CPO മുഹമ്മദിന്റെ വീഡിയോ ആണ് വൈറലായത്. അതിരപ്പള്ളിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ഏഴാറ്റുമുഖം ഗണപതിയെ ആണ് CPO മുഹമ്മദ് ഉറക്കെ ശബ്ദമുണ്ടാക്കി കാട്ടിലേക്ക് തിരിച്ചയക്കുന്നത്. തൃശൂർ റൂറൽ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ജേക്കബിന്റെ വീട്ടിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തെരുവു മക്കളെത്തി. പാട്ടുപാടിയും കേക്കുമുറിച്ചും വയറു നിറയെ കോഴി ബിരിയാണി കഴിച്ചും അവർ ആഘോഷം പൊടിപൊടിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്ന ക്രിസ്തുമസ് സന്ദേശം പ്രാവർത്തികമാക്കുകയാണ് ഗുരുവായൂർ സ്വദേശി CL ജേക്കബ്. കഴിഞ്ഞ 29 വർഷമായി തെരുവുമക്കൾക്കൊപ്പമാണ് ജേക്കബും കുടുംബവും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. 300ഓളം പേരാണ് ഇത്തവണ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. 2 തവണ അപകടം പറ്റി വിശ്രമിക്കുന്ന സമയത്തും ജേക്കബ് ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് ഭക്ഷണം തെരുവിലെത്തിച്ച് നൽകുകയും ചെയ്തിരുന്നു. ഭാര്യ ലിസിയും മക്കളായ ഇമാനുവേൽ, ദീന, സഹോദരൻ ജോബ് എന്നിവരടങ്ങുന്ന കുടുംബം മികച്ച പിന്തുണയാണ് ജേക്കബിന് നൽകുന്നത്. ഫാദർ ആന്റണി കൊള്ളന്നൂർ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KPA റഷീദ്, പൊതുപ്രവർത്തകരായ PI സൈമൺ, PI ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. അവർ തന്റെ കടിഞ്ഞിൽപുത്രനെ പ്രസവിച്ചു. നമുക്ക് ഈ പരിപാടി അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ആ ഇഷ്ടമാണ് ഇത് നടക്കുന്നത്. നമ്മളൊന്നുമല്ല, നമ്മൾ വെറും ഒരു ഉപകരണമാണ്. പലരും ഇതിനു വേണ്ടി സഹായിക്കുന്നു, നമ്മൾ ഓടി നടക്കുന്നു. അങ്ങനെയാണ് ഈ ക്രിസ്മസ് സദ്യ കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഒരു കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയൊരു കഴിവാണ് ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ കാരണമായത്. ക്രിസ്തുമസ് ദിനത്തിൽ വയോധികയ്ക്ക് അപ്രതീക്ഷിത സമ്മാനം നൽകി കുട്ടിക്കരോൾ സംഘം.
എരുമപ്പെട്ടി നെല്ലുവായി തെക്കുമുറി വീട്ടിൽ അമ്മു എന്ന ലക്ഷ്മി അമ്മയ്ക്കാണ് നെല്ലുവായി മുണ്ടൻകോട് പ്രദേശത്തെ കുട്ടികൾ നിത്യോപയോഗ സാധനങ്ങൾ സമ്മാനിച്ചത്. അശ്വജിത്ത്, അമൽകൃഷ്ണ, നീരജ്, നിരഞ്ജൻ, കാർത്തിക്, ശങ്കർദേവ്, അഗ്നിദേവ്, ഹവീൻ, അനൈക്, ഗൗതം കൃഷ്ണ, പ്രണക് എന്നിവരാണ് മാതാപിതാക്കളുടെ പിന്തുണയോടെ കരോൾ നടത്തിയത്. ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ കരോൾ സംഘത്തിനോട് നൃത്തം ചെയ്യേണ്ടെന്നും തരാൻ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മി അറിയിച്ചു. എന്നിരുന്നാലും കുട്ടികൾ പാട്ടുപാടി കളിച്ചു. വീടിന്റെ ദുരവസ്ഥയും സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തങ്ങൾക്ക് അതുവരെ ലഭിച്ച പണം ലക്ഷ്മിക്ക് അവർ നൽകുകയായിരുന്നു. തുടർന്ന് 2 ദിവസങ്ങളിൽ കരോൾ നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ക്രിസ്മസ് ദിനത്തിൽ ലക്ഷ്മി അമ്മയ്ക്ക് സമ്മാനിക്കുകയായിരുന്നു. ഈ നല്ല മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇങ്ങനത്തെ ഈ ചെറിയ മക്കൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ കളിസാധനങ്ങളോടൊക്കെ ആകർഷകമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മനസ്സ് മറ്റുള്ളവരെ സഹായിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനുമുള്ള ഒരു മനസ്സാണ് കാണിച്ചത്. അത് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു ഒത്തുചേരൽ വിളിച്ചു ചേർത്ത് ഇവരെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഈ കുഞ്ഞു മക്കൾ ഈ പ്രദേശത്ത് വന്ന് ലക്ഷ്മി ചേച്ചിയുടെ ഈ താമസത്തിന്റെ ഈ വീടും അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ തന്നെയാവും അവരുടെ മനസ്സിൽ അവരുടെ ഇത്ര നല്ലൊരു പ്രവർത്തനത്തിന് അവർക്ക് കരുത്ത് നൽകിയിട്ടുണ്ടാവുക. പഞ്ചായത്ത് മെമ്പർമാരായ NP അജയൻ, സുമന സുഗതൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവ കൈമാറിയത്. ലക്ഷ്മിയമ്മയ്ക്കൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചാണ് സംഘം മടങ്ങിയത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. റെഡിമെയ്ഡ് ക്രിസ്തുമസ് ട്രീയിൽ കൂടൊരുക്കി മുട്ടയിട്ട് അമ്മക്കിളികൾ. ക്രിസ്മസിനെ വരവേറ്റ് നടവരമ്പ് സ്വദേശി ആച്ചാണ്ടി ജോയിയുടെ വീട്ടിലൊരുക്കിയ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീയിൽ 2 കുടുംബങ്ങൾ നേരത്തെ ഇടം പിടിച്ചു. ഉണ്ണിയേശു പിറന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങാൻ 2 അമ്മക്കിളികളാണ് കൂടൊരുക്കി കാത്തിരിക്കുന്നത്. ഈ മാസം 1-നാണ് ജോയ് വീടിന്റെ ഇറയത്ത് 6 അടി ഉയരമുള്ള പ്ലാസ്റ്റിക് ട്രീ ഒരുക്കിയത്. ക്രിസ്മസ് ട്രീ വെച്ചതിന്റെ പിറ്റേന്ന് അടയ്ക്കാക്കിളികൾ ആദ്യം വിരുന്നെത്തി കൂടുകൂട്ടി. ഇതിനു പുറകെ തൊപ്പിക്കിളികളും എത്തി കൂടൊരുക്കി മുട്ടയിട്ടു. ഇതിനിടയിൽ ജോയ് ട്രീയിൽ വെച്ചിരുന്ന ബൾബുകൾ കിളികൾ കൊത്തി നശിപ്പിച്ചു. രാത്രി ബൾബുകൾ പ്രകാശിക്കുന്നത് കിളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നിയതോടെ ഇത് ഓൺ ചെയ്യാതായി. അടയ്ക്കാക്കിളികൾ 2ഉം മുട്ടകൾക്ക് അടയിരിക്കുകയാണ് പതിവ്. തൊപ്പിക്കിളിയിൽ പെൺകിളി മാത്രമാണ് അടയിരിക്കുന്നത്. വീടിനോട് ചേർന്ന് ലെയ്ത്ത് യൂണിറ്റ് നടത്തുകയാണ് ജോയ്. കിളിക്കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കമുറ്റും വരെ ട്രീ ഇവിടെ നിന്നും മാറ്റില്ലെന്ന് ജോയ് പറഞ്ഞു. ഇപ്പോൾ കൂടുകൂട്ടി മൊട്ടിട്ടു, 2 മൊട്ടുണ്ട്. ഇത് ഏകദേശം ബിരിയാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രീ വെച്ചപ്പോൾ തന്നെ ഫുള്ള് മാളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കിളികൾ വന്ന് അത് ആകെ കൊത്തി നശിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും കൂട് കൂടട്ടെ, കിളി എന്തായാലും ഒരു കൂട് കൂട്ടി മുട്ട ഇട്ടത് നൽകിയപ്പോൾ നമ്മൾക്കിത് ലൈറ്റൊന്നും ഉണ്ടാവില്ല. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മാള കുഴൂർ പഞ്ചായത്തിലെ പാറപ്പുറം പോളക്കുളം കൂട്ടായ്മ ഒരുക്കിയ നക്ഷത്ര തടാകം തുറന്നു. 1000-ലധികം നക്ഷത്രങ്ങളാണ് പഞ്ചായത്തിന്റെ പോളക്കുളത്തിന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. 31 വരെയാണ് വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും നടക്കുന്നത്. നക്ഷത്ര തടാകം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് കൊടിയേറി. ജനുവരി 23-നാണ് പ്രസിദ്ധമായ പുത്തൂക്കാവ് താലപ്പൊലി ആഘോഷം. താലപ്പൊലിക്ക് മുന്നോടിയായി നടക്കുന്ന ദേശപ്പറ ആരംഭിച്ചു. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമെന്ന നിലയിലും പുത്തുകാവ് ദേവി എല്ലാ വീടുകളിലും, ഈ തട്ടകത്തെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി എല്ലാവരെയും പുത്തുകാവിലേക്ക് താലപ്പൊലി ദിവസം കൊണ്ടുവന്ന് അതിഗംഭീരമായ രീതിയിലുള്ള ആഘോഷമാണ് പുത്തുകാവിൽ അന്നേ ദിവസം നടക്കുന്നത്. അവിടിശ്ശേരി ഫെസ്റ്റ്, മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ലിഷോയ് ഉദ്ഘാടനം ചെയ്തു. അവിടിശ്ശേരി പഞ്ചായത്ത് അംഗം AR രാജു അധ്യക്ഷത വഹിച്ചു.
മുൻകാല നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ജോൺസൺ, വി ആർ ബാബു, ആതിര അങ്കിരസ് എന്നിവർ സംസാരിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. 100ഓളം കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ നിർവഹിച്ചു. ഇന്നസെന്റ് സോണറ്റ്, ലൈജു വർഗീസ് നെയ്യൻ, വിനീത സെന്റിൽ, ഷാജൻ ചക്കാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് റോക്ക് സ്റ്റാർ ബാൻഡ് ടീം ഒരുക്കിയ ഗാനമേളയും ഉണ്ടായിരുന്നു. സഹായ സഹകരണങ്ങളോട് കൂടി ചെയ്യാൻ സാധിക്കും. ഇവർ അത്രയ്ക്കും വൈബ്രന്റായ നല്ല യുവാക്കന്മാരാണ് ഈ ഇരിങ്ങാലക്കുടയിൽ നിൽക്കുന്നത്. അവർക്ക് അതിനുള്ള കഴിവ്. ഒരു ഇടവകയിൽ നിന്ന് ഒരേ ദിവസം 5 പേർ തിരുപ്പട്ടം സ്വീകരിക്കുന്നു. പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് 5 പേരുടെ പൗരോഹിത്യ സ്വീകരണം നടക്കുന്നത്. ഈ മാസം 28-നാണ് പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് പൗരോഹിത്യ സ്വീകരണം. തൃശൂർ അതിരൂപതയിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവ മുഹൂർത്തം എന്നാണ് കരുതപ്പെടുന്നത്. പുറനാട്ടുകര ഇടവകാംഗങ്ങളായ ഡീക്കന്മാരായ ജാക്സൺ തെക്കേക്കര, ആൽവിൻ പട്ടിയേക്കൽ, അബിൻ വടക്കൂട്ട്, ജീസ് അക്കരപ്പട്ടിയേക്കൽ, ലിൻസൺ അക്കരപ്പറമ്പിൽ എന്നിവരാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ഒറീസയിലെ ബാലസോർ രൂപത ബിഷപ്പ് മാർ വർഗീസ് തോട്ടംകരയുടെയും കൈവെപ്പ് വഴി തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. ഈ വർഷം പുറനാട്ടുകര ഇടവകയിൽ നിന്ന് 5 ഡീക്കന്മാരാണ് നവവൈദികരായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ഈ സംഭവം ചരിത്രത്തിൽ തന്നെ അപൂർവ സംഭവമാണ്. സഭയിൽ ഇന്നുവരെ ഇതുപോലെ 5 ഡീക്കന്മാര് ഒരേ ഇടവകയിൽ നിന്ന് രൂപതകൾക്ക് വേണ്ടി പട്ടമേൽക്കുന്നത് നമ്മൾ കേട്ടുകേൾവി പോലുമില്ല. പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 5 പേർ തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികരായിട്ടുണ്ട്. അതിലേറെ സന്യാസിനികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 5 പേർ ഒന്നിച്ച് ഒരേ ദിനത്തിൽ ഒരിടവകയിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് ഒരു അപൂർവ സംഭവമാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് ഇടവകയിൽ തിരുപ്പട്ടത്തിന് മുന്നോടിയായി നടത്തുന്നത്. ഫാദർ ജോൺസൺ ഐനിക്കലിന്റെ നേതൃത്വത്തിൽ കൊച്ചച്ചൻ ഫാദർ തോമസ് ഊക്കൻ, ഇടവക കൈക്കാരന്മാർ, ഇടവക പ്രതിനിധി യോഗം അംഗങ്ങൾ, ഇടവക കേന്ദ്ര സമിതി അംഗങ്ങൾ, അതുപോലെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, തിരുപ്പട്ട കമ്മിറ്റി കൺവീനർമാർ, സിസ്റ്റേഴ്സ്, മറ്റ് എല്ലാ ഭക്ത സംഘടനകളും വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ദിവസവും ദേവാലയത്തിലും ഭവനങ്ങളിലും തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാർക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു. കൂടാതെ 2 അഭിവന്ദ്യ പിതാക്കന്മാരും നിരവധി വൈദികരും സന്യസ്തരും പങ്കെടുക്കുന്ന തിരുപ്പട്ട ദിനത്തിനായി ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. റവറന്റ് ഫാദർ ജോൺസൺ ഐനിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, നടത്ത് കൈക്കാരൻ ഡേവിസ് ചിറ്റിലപ്പിള്ളി, ജനറൽ കൺവീനർ ജോസഫ് പെരുമ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളി ചുമട്ടുതൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ക്രിസ്തുമസ് നക്ഷത്രവും പുൽക്കൂടും കൗതുകമാകുന്നു. വാടാനപ്പള്ളി സെന്ററിൽ ഹൈവേക്ക് സമീപം ഒരുക്കിയ വലിയ നക്ഷത്രവും അതിനുള്ളിൽ നിർമ്മിച്ച പുൽക്കൂടുമാണ് ശ്രദ്ധ നേടുന്നത്. വാടാനപ്പള്ളി CITU AITUC ചുമട്ടുതൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നക്ഷത്രവും പുൽക്കൂടും ഒരുക്കിയത്. പുതുക്കാട് സ്വദേശി ഷാജുവിന്റെ കരവിരുതിൽ നിർമ്മിച്ച ശബരിമല സന്നിധാനത്തിന്റെ മാതൃക ശ്രദ്ധ നേടുന്നു. പുതുക്കാട് വടക്കേത്തുറവിലെ ഷാജു സ്വർഗചിത്രയുടെ വീട്ടിലെത്തിയാൽ ശബരിമല സന്നിധാനത്തിന്റെ മാതൃക കൺമുന്നിൽ കാണാം. ഉപയോഗശൂന്യമായ തെർമോകോൾ, ഫോറക്സ് ഷീറ്റ് എന്നിവ കൊണ്ട് ശബരിമല സന്നിധാനത്തിന്റെ കൊച്ചു മാതൃകയാണ് ഷാജു നിർമ്മിച്ചിരിക്കുന്നത്. 18-ാം പടിയും ശ്രീകോവിലും കൊടിമരവും ഉപദേവതമാരുടെ ക്ഷേത്രങ്ങളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. അയ്യപ്പ വിഗ്രഹവും ഇതിൽ കാണാം. അയ്യപ്പ ഭക്തനായ ഷാജു ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുത്ത ദിവസങ്ങളിലാണ് ശബരിമലയുടെ ശില്പമുണ്ടാക്കുക എന്ന ആശയം മനസ്സിൽ തോന്നിയത്.
വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിലും ശില്പിയുടെ കാഴ്ചപ്പാടിലൂടെ സന്നിധാനത്തെ വീക്ഷിച്ചത് ഇത്തവണയാണെന്ന് ഷാജു പറയുന്നു. ഈ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കോ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പൊ അങ്ങനെ തെർമോകോഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇതില് ഈ അയ്യപ്പന്റെ ഇതില് തെർമോകോഡും പിന്നെ പെയിന്റും മാത്രമേ ഉള്ളൂ. അത് കാർവ് ചെയ്തെടുത്താണ് അതില്. പിന്നെ ഈ അമ്പലം ഇത് ഫോറക്സ്, അതുപോലെ തെർമോകോഡും പിന്നെ പെയിന്റ്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. മുട്ട് സൂചി അങ്ങനെ ഗമ്മൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. വടക്കേത്തുറവിൽ ഉണ്ണിപ്പറമ്പിൽ ഷാജു എന്ന ഷാജു സ്വർഗചിത്ര ആദ്യമായല്ല വ്യത്യസ്തമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. സാമ്പത്തിക ചെലവോ സമയനഷ്ടമോ ഇല്ലാതെയാണ് ശില്പനിർമ്മാണം നടത്തുന്നത്. ഗായകനും ചിത്രകാരനും ശില്പിയുമായ ഷാജുവിന്റെ വീട് നിറയെ പല വലുപ്പത്തിലുള്ള ആനപ്രതിമകളാണ്. ബാഹുബലി സിനിമ ഇറങ്ങിയതിനു പിറകെ ചിറക്കൽ കാളിദാസന്റെ പൂർണ്ണകായ ശില്പം നിർമ്മിച്ചിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ഷാജു തെർമോകോളിൽ നിർമ്മിച്ച കൂറ്റൻ ഇലസദ്യയും ശ്രദ്ധേയമായിരുന്നു. TCV പുതുക്കാട്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ KR സുനിലിന്റെ കടൽ തിളയ്ക്കുന്ന ചെമ്പാണ് എന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ഉള്ളു തിളയ്ക്കുമ്പോഴും പിഴയ്ക്കാത്ത ചുവടുകൊണ്ട് ചരിത്രം രചിക്കുന്ന ചവിട്ടുനാടക കലാകാരന്മാരുടെ കഥ പറയുകയാണ് പ്രദർശനത്തിലെ സുനിലിന്റെ ഓരോ ചിത്രങ്ങളും. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കൊച്ചി കൊടുങ്ങല്ലൂർ തീരദേശത്തെ ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ട നൃത്ത സംഗീത നാടക സംയോജന കലയായ ചവിട്ട് നാടകത്തിന്റെ വിശേഷങ്ങളാണ് പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചെല്ലാനത്ത് വന്ന കുറച്ച് മനുഷ്യരെ പരിചയപ്പെടും. ആ മനുഷ്യരോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുകയും അവർ കലനെ സമീപിക്കുന്ന അല്ലെങ്കിൽ ആ കല അവരിലുണ്ടാക്കുന്ന അപാരമായ ഒരു ആനന്ദം, അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാം. പിന്നീട് അവരുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഈ സീരീസ് രൂപപ്പെട്ടത്. ഇവരുടെ ഇഷ്യൂ കൂടി ഈ രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഈ മാറുന്ന യുദ്ധവീരന്മാരൊക്കെ ആയിട്ട് ഈ സ്റ്റേജിൽ വരുന്ന ഈ മനുഷ്യൻ അവരുടെ യഥാർത്ഥ ഇഷ്യൂ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്ക് ഈ സീരീസിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും. തീരപ്രദേശമായ ചെല്ലാനം മേഖലയിലെ ചവിട്ടുനാടക കലാപ്രവർത്തകരിൽ പലരും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇരകളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ എത്തി നോക്കുന്ന ഫോട്ടോഗ്രഫി പരമ്പരയുടെ പ്രദർശനം കൊടുങ്ങല്ലൂരിലെ മുസ്രിസ് കനാൽ ഓഫീസിൽ സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണ മനുഷ്യരുടെ ജീവിതം അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ ജീവിതമൊക്കെ ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്രയോ കാലം അതിൻ്റെ പുറകെ സഞ്ചരിച്ചിട്ടാണ് സുനിൽ ഇങ്ങനെ ഓരോ ഫോട്ടോഗ്രാഫ്സ് ആയാലും ശരി അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഓരോ മനുഷ്യരെ കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിൽ അവർ കടന്നുപോയ വഴികളെക്കുറിച്ചുമൊക്കെ തന്നെ സുനിൽ ഡോക്യുമെൻ്റ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വർക്കുകളുണ്ട് സുനിലിന്. ആ കാര്യത്തിൽ സുനിലിനെ വളരെയധികം അഭിനന്ദിക്കണം. ഡോക്ടർ ഇല്യാസ്, ഡോക്ടർ സയ്യിദ്, പ്രൊഫസർ ഷാജി ജോസഫ്, അനൂപ് കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 29 വരെയാണ് പ്രദർശനം. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ദേവസ്വത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ വഴിപാടുകാർക്ക് വേണ്ടി കരാറുകാരെ ഏൽപ്പിക്കാതെ ദേവസ്വം നേരിട്ട് നടത്തണമെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. വഴിപാടുകാർക്ക് വേണ്ടി നിർമ്മാണ പ്രവൃത്തികൾ പുറമേ നിന്നുള്ള കരാറുകാരെ ഏൽപ്പിക്കുമ്പോൾ അഴിമതി ആരോപണം ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണം. വേങ്ങാട് ഗോകുലത്തിൽ 143 കോടി രൂപ ചെലവിൽ ആധുനിക ഹൈടെക് ഡയറി പ്ലാന്റ് നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതുമാണെന്ന ക്ഷീരവികസന വകുപ്പിന്റെ റിപ്പോർട്ടിന്റെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പദ്ധതി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. മന്ത്രി നേരിൽ ആവശ്യപ്പെട്ടിട്ടും ദേവസ്വം പെൻഷൻകാരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിൽ സമ്മേളനം ദുഃഖം രേഖപ്പെടുത്തി. പ്രസിഡന്റ് B. ഹരികൃഷ്ണമേനോൻ അധ്യക്ഷത വഹിച്ചു. CV വിജയൻ, ശിവദാസ് മൂത്തേടത്ത്, മാധവൻ പൈക്കാട്ട്, PA അശോക് കുമാർ, M. മോഹൻദാസ്, CP ശ്രീധരൻ, K. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി പതാക കൊടിമര ജാഥകൾ എത്തിച്ചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസിന്റെ നേതൃത്വത്തിൽ പതിയാരത്തു നിന്നും കൊടിമര ജാഥയും മേലൂരിൽ നിന്ന് TP ജോണിയുടെ നേതൃത്വത്തിൽ പതാക ജാഥയും സമ്മേളന നഗരായ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. ഏരിയ കമ്മിറ്റി അംഗം KN അജിതൻ പതാക ഏറ്റുവാങ്ങി. ചാലക്കുടി ഏരിയ സെക്രട്ടറി ആറാട്ട് KS അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗം UP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് ഏരിയ സമ്മേളനം.
CPIM സിന്ദാബാദ് 24-ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് 3 ഗവൺമെന്റ് വിധത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ മുല്ലശ്ശേരിയിൽ വെർച്വൽ അറസ്റ്റിലൂടെ പ്രവാസിയുടെ പണം തട്ടാൻ ശ്രമം. തിരുനെല്ലൂർ സ്വദേശി സിറാജിൽ നിന്നാണ് 1 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞയാൾ ക്രെഡിറ്റ് കാർഡ് എടുത്തതിന്റെ ബാലൻസ് തുകയായി 1 ലക്ഷത്തിൽ പരം ഉടൻ തിരിച്ചടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. പിന്നീട് വീഡിയോ കോളിലൂടെ പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞുമായിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചത്. തട്ടിപ്പ് മനസ്സിലാക്കിയ സിറാജ് സൈബർ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. ഒരു മൊബൈൽ നമ്പർ ഒന്ന് എനിക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് ഹായ് എന്നൊരു മെസ്സേജോ അല്ലെങ്കിൽ എൻ്റെ പേര് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ അതെനിക്ക് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം ഇപ്പോഴും അടുത്ത 4 ദിവസം മുന്നേ ഞാൻ TV യിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് തട്ടിപ്പ്. അപ്പോൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കോള് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തത്. അപ്പം തന്നെ എനിക്ക് വീഡിയോ കോൾ ചെയ്യണം ഒരു പോലീസുകാരനത് ശരിക്കും വയർലെസ് മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. പോലീസുകാർ അതിൻ്റെ ഉള്ളിൽ വരുന്നു, ഇയാളൊക്കെ ഒന്ന് പേപ്പർ ഒപ്പിട്ട് മേടിക്കുന്നു. പലതും ശരിക്കും സാധാരണക്കാർ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശ്വസിക്കും അത് പോലീസുകാരനാണെന്നുള്ളത്. എന്നിട്ട് പറഞ്ഞ് എന്നെ ഒരുപാട് ഡീറ്റെയിൽ ചോദിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ കാർഡ് എങ്ങനെ പോയത്, നിങ്ങൾ ഇത്രയും പൈസ എടുത്തിട്ടുണ്ട്, ഇത് രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. എന്നോട് ആദ്യം പറഞ്ഞ ഈ മൊബൈൽ എടുത്തിട്ട് കൃത്യമായിട്ട് ഒരു റൂമിലേക്ക് കയറണം, ആ റൂം ലോക്ക് ചെയ്യണം, മൊബൈൽ ഫുള്ള് ചാർജ് ഉണ്ടോ, ഞാൻ പറഞ്ഞു ഫുള്ള് ചാർജ് ഉണ്ട്, രാവിലെ ചാർജ് ചെയ്താണ് ഫുള്ള് ചാർജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പറയണത് ആധാർ കാർഡ് എടുക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആരുമില്ല, എല്ലാവരും കല്യാണത്തിന് പോയേക്കാണ്, ഞാൻ മാത്രമുള്ള റൂമൊക്കെ ലോക്ക് ചെയ്ത് തുടങ്ങി, ഈ റൂം മാത്രമുള്ള വേറെ റൂമിലാണ്. അപ്പം നാളെ 11 മണിക്ക് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞേക്കാണ്. പിന്നെ ഞാനിപ്പോൾ അവരുടെ അണ്ടറിലാണ്. എൻ്റെ മൊബൈലിൽ നിന്ന് എവിടേക്ക് ഞാൻ പോകണമെങ്കിലും അവർ നിരീക്ഷിക്കുകയാണ്. അവർ കൃത്യമായിട്ട് ആർക്ക് കോൾ ചെയ്താലും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് തട്ടിപ്പായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതും വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ, അതുപോലെ ഫോട്ടോസും എടുത്തു വെച്ചിട്ടുള്ളത്. ഇതാണ് സംഭവിച്ചതെന്ന്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3197 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ലോകം ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിലെ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് വിശ്വാസി ലോകം. ചെറുതുരുത്തിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. നിലമ്പൂർ വഴിക്കടവ് സ്വദേശി സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. കള്ളക്കടൽ പ്രതിഭാസം പതിവാകുന്നതോടെ ഭീതിയിൽ തീരദേശവാസികൾ. തീരത്തെ വിറപ്പിച്ച സുനാമി ആക്രമണത്തിന് 20 ആണ്ട്. പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റി ചില്ലുകുപ്പിയിൽ മദ്യം വിതരണം ചെയ്യുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി ബിവറേജസ് കോർപ്പറേഷൻ. മദ്യത്തിന് വില വർദ്ധിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് പിന്മാറ്റം. സംസ്ഥാനത്ത് മുദ്രപത്ര ക്ഷാമം രൂക്ഷം. 500 രൂപയ്ക്ക് താഴെയുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.